ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം നടന്നത് രാജ്യത്തെ കോടിക്കണക്കിന് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് മുകളിലുള്ള കടുത്ത ഒരു പ്രഹരമായിരുന്നു. വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതിൽ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളോടും മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി രാജ്യ താല്പര്യം ബലി കഴിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ തനിനിറം ഇതോടെ ജനങ്ങൾക്ക് മുൻപിൽ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിച്ച ശേഷം പാർലമെന്റിൽ ഡെസ്കിലടിച്ച് ആഹ്ലാദിച്ച കോൺഗ്രസിനും കൂട്ടർക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിന് കനത്ത വില നൽകേണ്ടി വരും. ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി കോൺഗ്രസ്, DMK, തൃണമൂൽ, സമാജ്വാദി പാർട്ടി തുടങ്ങിയവരെ അതിരൂക്ഷമായാണ് വിമർശിച്ചത്. വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയതിലൂടെ പ്രതിപക്ഷം ചെയ്തത് പെൺ ഭ്രൂണഹത്യയ്ക്ക് തുല്യമായിട്ടുള്ള പാതകമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനായിട്ടുള്ള പോരാട്ടങ്ങളെ തടസ്സപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ കാലങ്ങളായുള്ള നെഗറ്റീവ് രാഷ്ട്രീയത്തിന്റെയും സ്ത്രീവിരുദ്ധ മനോഭാവത്തിന്റെയും തുടർച്ച മാത്രമാണ്. രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാ നല്ല മാറ്റങ്ങളെയും അന്ധമായി എതിർക്കുന്ന ഒരു വികസന വിരുദ്ധ സംഘമായി രാഹുൽ ഗാന്ധിയും കൂട്ടരും മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്നതായിരുന്നു ഭരണഘടനാ ഭേദഗതി ബിൽ. എന്നാൽ ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ ബിൽ പാസാക്കാൻ ആവശ്യമായിട്ടുള്ള 2/3 ഭൂരിപക്ഷം കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല. 298 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചപ്പോൾ 230 പേർ ഇതിനെതിരെ വോട്ട് രേഖപ്പെടുത്തി. ബില്ലിനെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. സംവരണ ബില്ലിനൊപ്പം മണ്ഡല പുനർനിർണയം കൂടി കൊണ്ടുവരുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താനാണെന്ന രാഹുൽ ഗാന്ധിയുടെ വിചിത്രമായിട്ടുള്ള വാദം പ്രതിപക്ഷത്തിന്റെ ഭയത്തെയാണ് കാണിക്കുന്നത്. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് തുടർന്നു പോരുന്ന കാലതാമസം വരുത്തുക, വഴിതിരിച്ചു വിടുക, തടസ്സപ്പെടുത്തുക എന്നീ തന്ത്രങ്ങളുടെ ഏറ്റവും പുതിയ ഇരകളാണ് രാജ്യത്തെ സ്ത്രീകൾ. ജൻധൻ, ആധാർ, GST തുടങ്ങിയ മുത്തലാഖ് നിരോധനം വരെയുള്ള എല്ലാ ജനകീയ തീരുമാനങ്ങളെയും അന്ധമായി എതിർത്ത പാരമ്പര്യം മാത്രമേ കോൺഗ്രസിനുള്ളൂ എന്നും മോദി ഓർമ്മിപ്പിച്ചു. ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്ത്രീകളുടെ അനുഗ്രഹം തനിക്കൊപ്പം ഉണ്ടെന്നും തന്റെ നിശ്ചയദാർഢ്യം അചഞ്ചലമാണെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകുന്നു. ബില്ലിന് പിന്നിൽ രഹസ്യ അജണ്ടകൾ ഉണ്ടെന്ന് ആരോപിച്ച് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും ഈ വിഷയത്തിൽ കൃത്യമായി ഒരു മറുപടി നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. പാർലമെന്റിലെ ഈ ഒരു തിരിച്ചടി ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും സ്ത്രീ ശാക്തീകരണം എന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള പോരാട്ടത്തിൽ NDA സർക്കാരിന്റെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ല എന്നും മോദി കൂട്ടിച്ചേർത്തു. വരും കാലങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ എല്ലാ തടസ്സവാദങ്ങളെയും മറികടന്ന് ഈ ബിൽ ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. രാജ്യത്തെ പിന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്ന ഈ പ്രതിപക്ഷത്തിന്റെ ഈ നെറികെട്ട രാഷ്ട്രീയത്തിന് ഇന്ത്യൻ ജനത തന്നെ ഉടൻ ചുട്ട മറുപടി നൽകുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞു നിർത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള.